ഇന്നേ നമുക്കിൽ ഇന്ന് കാണിക്കാൻ പോകുന്നതേ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇനിയിപ്പോ എന്തായാലും മെയ് ജൂണിലേക്ക് അത് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒന്നും വരത്തില്ലെന്നൊക്കെ വിചാരിച്ചാണ് ഞാനെല്ലാം ചെയ്തത്. പക്ഷെങ്കില് ഞാനിപ്പം ഇന്നലെ പോയി നോക്കിയപ്പോണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എല്ലാരും മേലോട്ട് നോക്കി ഇങ്ങനെ വന്നിരിക്കുന്നു. അയ്യോ, ഭയങ്കര സന്തോഷം കേട്ടോ. ഉള്ള പറയാമല്ലോ, ഇതിനെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനെ സ്നേഹിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇതിനെ ഒന്നും സ്നേഹിക്കാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും അത് മനസ്സിലാകത്തില്ല. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. മാർച്ച് കഴിഞ്ഞിട്ടേ അത് വരുവുള്ളെന്ന് പ്രതീക്ഷിച്ചത്, പക്ഷെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് മേലോട്ട് നോക്കി ഇങ്ങ് വന്നിട്ടുണ്ട്. ഞാനത് നിങ്ങളെ കാണിക്കാം കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണം. കൂട്ടുകൂടണം മറക്കരുത് കേട്ടോ മക്കളെ. ഇത് കണ്ടോ മക്കളെ, ഇതെന്താന്ന് മനസ്സിലായോ? വെളുത്തുള്ളി. ഞാൻ പറഞ്ഞില്ലേ അടുക്കളയിൽ ബാക്കി വന്ന കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി എല്ലാം കൂടെ കൊണ്ടുപോയി ഞാൻ നട്ടന് ഇത്രയും നല്ല രീതിയിൽ കിളിച്ചു വന്നു മക്കളെ. അയ്യോ, അടിപൊളിയല്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം. ഒരു 4 മാസം കഴിഞ്ഞ് വരേണ്ട സംഭവം ഇപ്പോഴേ വന്നു എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷമല്ലേ. തണുപ്പിലാണെങ്കിലും വെളുത്തുള്ളി അങ്ങനെ നിന്നോളും കേട്ടോ. അപ്പൊ ഇത് വന്നത് ഭയങ്കര സന്തോഷം മക്കളിക്ക്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വീട്ടിൽ നമ്മൾ വലിയ അല്ലിയായിട്ട് വാങ്ങിക്കുന്നവർക്ക് അതിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന ചെറിയ പീസുകളൊന്നും നമ്മൾ ആരും എടുക്കില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞതാ. അത് അങ്ങോട്ട് എടുത്ത് ചുമ്മാതെ 2 ചട്ടിയിൽ വെച്ചാല് വെളുത്തുള്ളി നമുക്ക് കിട്ടുമല്ലോ. ഒത്തിരി കിട്ടിയില്ലേലും അത്യാവശ്യം ഓരോ നമുക്ക് നമ്മുടെ അടുക്കളയിലെ ആവശ്യത്തിന് ഓടിപ്പോയെന്ന് പറിക്കത്തക്ക പോലെ 3 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളെന്ന് പറഞ്ഞാലും ഇതൊക്കെ പെട്ടെന്ന് വിളവെടുക്കുന്ന സംഭവമല്ലേ. മറ്റുള്ള ചെടികളെ പോലെ അല്ലല്ലോ. വെളുത്തുള്ളി 3 മാസത്തെ വിളവേ ഉള്ളല്ലോ, ഇതിന് സമയമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം നിങ്ങളെല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ മക്കളെ. നല്ല പരിപാടിയല്ലേ. അമ്മക്കളി ചുമ്മാതിട്ടതേ ഇങ്ങനെ ഇത്രയും കിളിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷമെല്ലാം ഞാൻ കാണിച്ചല്ലേ എനിക്ക് എത്ര വെളുത്തുള്ളി കിട്ടി, എത്ര ഉരുളക്കിഴങ്ങ് കിട്ടി, എല്ലാം ഞാൻ നേരത്തെ പല വീഡിയോകളിലും കാണിച്ചിട്ടുണ്ടല്ലോ മക്കളെ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിനിടയ്ക്ക് അമ്മക്കളി വേറൊരു കാര്യം കൂടി ഇപ്പൊ കാണിക്കാമേ. അതായത് ചില കാര്യങ്ങളൊക്കെ ആ സമയത്ത് കറക്റ്റാ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടത് ഈ പ്രാവശ്യം ഇല ഉണങ്ങിപ്പോയപ്പോ പിന്നെ എടുക്കാൻ മറന്നുപോയി. ഇല കണ്ടെങ്കിലല്ലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇല ഉണങ്ങിപ്പോയപ്പോ പിന്നെ എവിടെയാ മൂടെന്ന് അറിയത്തില്ല, അതങ്ങ് വിട്ടു. ഇപ്പൊ തണുപ്പും വന്ന് മഴയും ആയി കഴിഞ്ഞപ്പോ ഇങ്ങനെ കേറി ഇങ്ങ് വന്നത് കേട്ടോ. അടിപൊളിയായിട്ട് നിപ്പോട്ട്. പക്ഷെ ഇപ്പൊ പറിച്ചാൽ അതിനകത്തൊന്നും കാണത്തില്ല. നമ്മൾ ഇതുപോലെ ഇനി അടുത്ത ജൂണിൽ പറിക്കണം. അന്നേരം നമുക്ക് നല്ല വിളവ് അതിനകത്ത് കാണും. ഇതും ഒരു ബോണസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ സംഭവം ഈ പ്രാവശ്യം നമ്മൾ എടുക്കണം എന്തായാലും. അപ്പൊ എല്ലാരും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഇലയൊന്ന് പഴുക്കാൻ തുടങ്ങുകയും മൂടും അറിയുന്ന സമയത്ത് ഇത് പറിച്ചേക്കണം. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടിയ അനുഭവമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഒത്തിരി ഉണങ്ങി പോകുന്നതിന് മുമ്പ് എടുത്തിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ പറ്റാതെ പോയത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മക്കൾ ഈ ഇടയ്ക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു എന്ന്. അതുകൊണ്ടാണ് അതിന്റെ മൂടെല്ലാം ഉണങ്ങിപ്പോയപ്പോൾ എനിക്ക് പിന്നെ അത് കാണാൻ പറ്റാതായിപ്പോ. പിന്നെ കളിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം മുറിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ കളിച്ചുമില്ല. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നോക്കാം. ഇതാണപ്പം ഇന്നത്തെ അമ്മക്കിളിയുടെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.